നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച 58-കാരിയായ ചന്ദ്രിക എന്ന ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറുകയാണ്. ഇന്നലെ രാവിലെയാണ് അരയൻകാവ് വെളുത്താൻകുന്ന് അറയ്ക്കപ്പറമ്പിലെ ചന്ദ്രികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൻ അഭിജിത്താണ് അമ്മ തൂങ്ങി മരിച്ചു എന്ന വിവരം സമീപവാസികളെ അറിയിക്കുന്നത്. എന്നാൽ ചന്ദ്രികയെ അഭിജിത്ത് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നും ശാരീരികമായും മാനസികമായും കടുത്ത പീഡനമാണ് ഇവർ നേരിട്ടത് എന്നും നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തുന്നു. ചന്ദ്രികയുടെ ഭർത്താവ് അംബുജാക്ഷൻ ഏതാനും വർഷം മുമ്പ് അപകടത്തിലാണ് മരിച്ചത്. ഇൻഷുറൻസ് തുകയുമായി ലഭിച്ച 15 ലക്ഷത്തിന്റെ പേരിലും നിരന്തരം തർക്കം ഉണ്ടായിരുന്നതായാണ് വിവരം. ചന്ദ്രികയെ മകൻ അഭിജിത്ത് കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. അഭിജിത്ത് ഇപ്പോൾ മുളന്തുരുത്തി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് സൂചന. പരസ്പര വിരുദ്ധമായ മറുപടികളാണ് മകന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ രാവിലെ 6:30യോടെയാണ് അമ്മ മരിച്ച വിവരം അഭിജിത്ത് അയൽക്കാരെ അറിയിക്കുന്നത്. കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. ഫോറൻസിക് സംഘത്തിന്റെയും വിരലടയാള വിദഗ്ധരുടെയും പരിശോധനയ്ക്കും പ്രാഥമിക ചോദ്യം ചെയ്യലിനും ശേഷമാണ് മകൻ അഭിജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. അയൽവാസിയായ സോജനയാണ് അമ്മ തൂങ്ങിക്കിടക്കുന്നുവെന്ന വിവരം അഭിജിത്ത് ആദ്യം അറിയിച്ചത്. ഇതോടെയാണ് ചന്ദ്രികയുടെ മരണം നാട്ടുകാർ അറിയുന്നതും. വീട്ടിൽ നിന്ന് ചെന്ന് നോക്കിയപ്പോൾ സാരിത്തുമ്പ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. സാരിയിൽ തൂങ്ങിയാണ് മരിച്ചതെന്നും താനാണ് താഴെ എടുത്തു കിടത്തിയത് എന്നുമായിരുന്നു മകന്റെ വിശദീകരണം. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സാരിക്കെട്ട് മുറുകിയിട്ടില്ല. മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നു. കൈ മലച്ച, കാലുകൾ അകന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും നാട്ടുകാർ പറയുന്നു. കട്ടിലിൽ കയറിയാൽ പോലും ചന്ദ്രികയ്ക്ക് അത്രയും ഉയരത്തിൽ സാരി കെട്ടി ജീവൻ എടുക്കാനാവില്ല എന്നും നാട്ടുകാർ ഉറപ്പിക്കുന്നു. അമ്മ എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് ചന്ദ്രികയെ അഭിജിത്ത് ഉപദ്രവിച്ചിരുന്നത് എന്ന് പഞ്ചായത്ത് വാർഡ് അംഗം ഉമാദേവി സോമൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. 1-2 തവണ പോലീസ് വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും മകൻ തന്നെ ഉപദ്രവിക്കുന്നുവെന്നും ഒന്ന് ഉപദേശിക്കണമെന്നും പറഞ്ഞ് ചന്ദ്രിക വിളിച്ചിരുന്നുവെന്ന് ഉമാദേവി വ്യക്തമാക്കി. എന്നാൽ വീട്ടിലെത്തി വിളിച്ചെങ്കിലും അഭിജിത്ത് പുറത്തേക്ക് വന്നില്ലെന്നും അവർ പറയുന്നു. 2 മാസം മുമ്പ് അമ്മയുടെ കഴുത്തിൽ വാക്കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതിന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പറയുന്നത്. അന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തുവെന്നും സൂചനയുണ്ട്. മകൻ തന്നെ കൊല്ലുമെന്ന് ചന്ദ്രിക പേടിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അടുത്തുള്ള ബന്ധുവീടുകളിലാണ് ഇവർ രാത്രി ഉറങ്ങിയിരുന്നത്. കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ.